ഒരു അരുവിക്ക് കുറുകെ ഒരു മരത്തടി കൊണ്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു. അരുവിക്ക് കുറുകെ ഒരു പാലം ഇട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമേ ഒരു സമയം ആ പാലത്തിലൂടെ കടക്കാൻ കഴിയൂ. ഒരു ദിവസം അരുവിയുടെ രണ്ട് വശങ്ങളിൽ നിന്നും രണ്ടുപേര് പാലത്തിലേക്ക് കയറി. ഏതാണ്ട് ഒരേ സമയത്ത് പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ അവർ മുഖാമുഖം കണ്ടു. അവരവിടെ നിന്നു. ഒരാൾ പിന്നോട്ട് മാറാതെ മറ്റേയാൾക്ക് പാലം കടക്കാൻ കഴിയില്ല. ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങി. ഞാൻ ആദ്യം കയറുത്, നീ പിറകോട്ട് മാറണം. ആദ്യത്തെ ആൾ മുഴിഞ്ഞു. അയാൾ ആക്രോശം തുടങ്ങി. രണ്ടാമത്തെ ആൾ പറഞ്ഞു, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എന്തിനാ മാറുന്നേ, നീയല്ലേ മാറേണ്ടത്. തർക്കം മൂത്ത് ഏതാണ്ട് കയ്യാങ്കളിയിലെത്തി. രണ്ടുപേരും പിടിച്ചതുള്ളതൊക്കെ ആയി. ഒടുവിൽ ഇരുവരും ആ പുഴയിൽ വീണു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അധികാരത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ പരസ്പരം ഏറ്റുമുട്ടിയാൽ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഈ അരുവിയിൽ വീണ ആ രണ്ടുപേരുടെ കഥ നമ്മളെ ഓർപ്പിക്കും. രണ്ടുപേരും വെള്ളത്തിൽ വീഴുമെന്ന് മാത്രമേ. അതുകൊണ്ട് വെള്ളത്തിൽ വീഴാതെ ഉത്തരവാദപ്പെട്ടവർ അവരെ കാത്ത് സംരക്ഷിക്കുക എന്നാണ് പറയുക. വിട്ടുവീഴ്ച ഏറ്റവും പ്രധാനമാണ് ജീവിതത്തിലും ചിലപ്പോൾ രാഷ്ട്രീയത്തിലും.